ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ റാഗി കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊരു ഗ്ലാസ് നമുക്ക് രാവിലെ കുടിക്കുകയാണെങ്കിൽ നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ടാകും കേട്ടോ. നമുക്ക് വേറെ ഒന്നും കഴിക്കാനും തോന്നില്ല. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു റാഗി കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം. നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 പേർക്ക് കുടിക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് കട്ടയൊന്നും കൂടാതെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റാഗി മിക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ വേറൊരു സോസ് പാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കപ്പിനാണ് കേട്ടോ അളവെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന നമ്മുടെ റാഗി മിക്സ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ റാഗി നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സാവധാനത്തിൽ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. റാഗി നന്നായിട്ട് കുറുകി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി എടുക്കണ്ട, ഈ ഒരു രീതിയിൽ നമുക്ക് മതിയാവും. ഇത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് തിക്കായി കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇതുപോലെ തിക്കായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഞാൻ ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, വേഗം ഒന്ന് തണുത്ത് കിട്ടാനായിട്ടാണ്. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ റാഗി മിക്സ് നമുക്ക് മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതുള്ളത്. ഒരുപാട് അങ്ങോട്ട് തിക്കല്ല. റാഗി നമ്മൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേഗം തന്നെ കുറുക്കിയെടുക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനത്തിൽ വേവിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ റാഗി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം, അതാണ് ചെയ്യേണ്ടത്. റാഗി മുഴുവനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് നട്ട്സാണ് കേട്ടോ. നമ്മൾ കാഷ്യൂ ഉണ്ട്, ബദാമുണ്ട്, കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഈ ഒരു പഴത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഴം തന്നെ വേണമെന്നില്ല, നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ചേർത്താലും മതി. ഷുഗർ പേഷ്യൻസിനും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഈ ഒരു പഴം ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അതില്ലാതെ നമുക്ക് ചെയ്യാം. ഞാനിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. പകരം ഫ്രഷായിട്ട് ചരുകിയെടുത്ത തേങ്ങയില്ലേ, അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ തേങ്ങ ഇതുപോലെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കായ് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല, വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് ശർക്കര ചേർത്തിട്ട് കൊടുക്കാം. ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ ഉപ്പിട്ട് കുടിക്കാവുന്നതാണ്. അല്ലാത്തവർക്കാണെങ്കിൽ 1-2 ഡേറ്റ്സോ കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ശർക്കരയാണ് അവിടെ ചേർത്തിട്ടുള്ളത്. ഇത് നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു കഷ്ണം ബീറ്റ്റൂട്ടാണ്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ. എന്നിട്ട് ഒന്ന് വേവിച്ചെടുത്താണ്, വേവിച്ച് തന്നെ ചേർക്കണം. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത്. ഒരുപാട് തിക്കായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ 3 ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പം ഞാൻ ഇനി ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. ഇത്രയും തിക്നെസ് വേണ്ടാന്നുള്ളവർ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തിക്കായിട്ട് തന്നെയുണ്ട് കേട്ടോ. നമ്മൾ 2 ആൾക്ക് കുടിക്കേണ്ട രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലെയോ വൈകിട്ടോ ഒക്കെ കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുടിക്കാൻ പറ്റിയൊരു ഹെൽത്തി ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാമൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ പേഷ്യൻസിനാണെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് കുടിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മൾ രാവിലെ ഇത് കുടിക്കുകയാണെങ്കിൽ ഫുൾ ഫില്ലിംഗ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അധികം വിശപ്പ് തോന്നില്ല കേട്ടോ കൂടുതൽ കഴിക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലത്തെ റാഗി കൊണ്ടുള്ള നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്